ഹലോ. അപ്പോൾ ഈ കോലത്തിലിരിക്കുന്നതിനിടെ വേറെ ഒന്നും വിചാരിക്കണ്ട. ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് ലിസ്ണിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതാണ്. പക്ഷേ ശരിക്കും പഠിത്തമൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതായത് ഇപ്പോൾ ഇവിടുത്തെ ടൈം കാണിച്ചത്, ഇപ്പോൾ ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അമേരിക്കയിലോ അല്ലെങ്കിൽ സൗദിയിലോ ലണ്ടനിലോ ഒന്നും അല്ല കേട്ടോ, ഇന്ത്യയിൽ തന്നെയാണ്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഇതാ കറക്റ്റ് സമയം 12:30 കഴിഞ്ഞു. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഞാൻ കറക്റ്റായിട്ട് ഒന്ന് ഉറങ്ങിയൊക്കെ എണീറ്റ് സെറ്റിലായി ഇരിക്കുന്നത്. അപ്പോൾ ഉറങ്ങി എണീക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വെറുതെ ഇരിക്കുന്ന പോലെയാണ്. അല്ല, ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം ഉറങ്ങി, അത് കഴിഞ്ഞ് പിന്നെ എണീറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതായിരുന്നു. പക്ഷേ അപ്പോഴാണ് ആലോചിച്ചത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം എന്നുള്ളത്. കാരണം യൂട്യൂബ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 1 year ആവുകയാണ്. ഞാൻ ശരിക്കും യൂട്യൂബിലേക്ക് നോക്കാതെ അല്ലെങ്കിൽ അതിൽ വീഡിയോസൊന്നും ഇടാതെ ശ്രദ്ധിക്കാതെ ഇരുന്നിട്ടാണ് നമുക്ക് എന്നിട്ടും നല്ല അത്യാവശ്യം സപ്പോർട്ടും റീച്ചും ഉണ്ട്. പക്ഷേ അതിന് എന്താ പറയുക, ഇപ്പോൾ വേണ്ട എന്നുള്ള രീതിയിൽ നിന്നിട്ടായിരുന്നു. പക്ഷേ ഇനി എന്തെങ്കിലുമൊക്കെ നമുക്ക് സംസാരിക്കാം, എന്തെങ്കിലുമൊക്കെ ടോക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഉണ്ടല്ലോ, പഠിക്കുകയാണെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന കേട്ടോ. പക്ഷെ ഞാൻ കുറച്ച് മീൻ കുഞ്ഞുങ്ങളൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് ഇടയ്ക്ക്. കാരണം നമുക്ക് റീഫ്രഷ്മെൻ്റ് ആവശ്യമാണല്ലോ, എങ്ങനെ പഠിക്കുന്ന സമയത്ത് മാത്രം. കുട്ടിക്കാലത്തൊക്കെ പിള്ളേർ അങ്ങോട്ട് എഴുന്നേറ്റ് ഇങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷേ ഇവിടെ എന്നെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബായിട്ടിരിക്കും. പിള്ളേരെക്കാളും കഷ്ടമെന്ന് വേണമെങ്കിൽ പറയാം. കാണിച്ചത് ഇത് കണ്ടോ, ഇതൊരു ബൗളാണ്. ഇതിൻ്റെ അകത്താണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇത് പക്ഷേ ഗപ്പിയും പ്ലാറ്റിയും അത് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ലൊരു റീഫ്രഷ്മെൻ്റ് ആണ്. ബുദ്ധയുടെ ഒരു സ്റ്റാച്ചു, അത് അങ്ങോട്ട് തിരിഞ്ഞിട്ടിരിക്കുന്നത്. അത് ഞാൻ പിന്നീട് ഒരിക്കൽ വീഡിയോ ഇടാം. ഇപ്പം അങ്ങോട്ട് പോയിട്ട് എടുക്കാൻ പറ്റില്ല. മീനുകളൊക്കെ എവിടെ? കുഞ്ഞുമക്കളെ, നിങ്ങളൊക്കെ ഉറങ്ങിയോ? ആ ഇലയുടെ അപ്പുറത്തുണ്ട് കേട്ടോ. ഒരു 8-10 ഉള്ളൂ, കൂടുതലൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ഒളിച്ചിരിപ്പുണ്ട് എന്നാണ് എന്നെ വിശ്വസിക്കുന്നത്. എല്ലാവരും പോയോ? തന്നെയൊക്കെ ഉണ്ട്. ഇതാണ് റീഫ്രഷ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നന്നായിട്ട് പിന്നെ എടുത്ത് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് അങ്ങ് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. ബുദ്ധനെ എന്താ അങ്ങോട്ട് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിന്നുള്ള എൻട്രൻസ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വെച്ചു എന്നേ ഉള്ളൂ. ശരിക്കും ഇങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ടേബിളിലിരിക്കുമ്പോൾ എപ്പോഴും കാണാൻ പറ്റും. പിന്നെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് പേരൻസ് ഉണ്ടെങ്കിൽ ഒരു അഡ്വൈസ് മാത്രമേ തരാനുള്ളൂ. ഇപ്പം 2 കുട്ടികളുണ്ടെങ്കിലും 3 കുട്ടികളുണ്ടെങ്കിലും പേരൻസിൻ്റെ ഇടയിലും ഇപ്പോൾ ആർക്കാണെങ്കിലും കുറച്ച് കൺസെപ്റ്റ്സ് ഉണ്ടാവും. അവരിങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ എബിലിറ്റീസ്, അവർക്ക് ഇന്നത് ഇത്രമാത്രം ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഇന്ന സാധ്യതകളാണ് ഉള്ളത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഒരിക്കലും നമ്മൾ പ്രീ വാല്യുവേഷൻ അല്ലെങ്കിൽ പ്രീ ജഡ്ജ്മെൻറ്റ് നടത്താൻ പാടില്ല. ചിലപ്പോൾ ഒട്ടും അത്ര സ്കിൽഡായിട്ട് നിൽക്കാത്ത അല്ലെങ്കിൽ ടാലൻറ്റഡ് ആയിട്ട് നിൽക്കാത്ത ഒരു കുട്ടിയായിരിക്കാം ചിലപ്പോൾ മുന്നോട്ട് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷകൾ വളർത്തിയെടുക്കുവാനും അതിനെ അച്ചീവ് ചെയ്യാനും സഹായിക്കുന്ന ചിലപ്പോൾ ആ കുട്ടിയായിരിക്കാം. അപ്പോൾ ഒരിക്കലും ആരെയും നമ്മൾ ഒരു കുഞ്ഞായിട്ട് കാണാനോ അല്ലെങ്കിൽ നിരാശപ്പെടുത്താനോ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് അവരെ മാറ്റി നിർത്താനോ ഒന്നും പാടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള ബന്ധുമിത്രാദികളുടെയും ചുറ്റുമുള്ളവരെയൊക്കെ ഡിസിഷനും കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്നു കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഏത് കോഴ്സ് ചൂസ് ചെയ്യാനിരുന്ന ആളാരാണോ അവരുടെ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രീമായിരിക്കും. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തായിരിക്കും. പരസ്പര ബന്ധം ഒരു വഴിയിൽ കൂടി പോലും അതിൻ്റെ ഒരു കണക്ഷൻ ടച്ച് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ ആയിരിക്കരുത്. നമ്മൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ സാധ്യതകൾ, ഇപ്പോൾ ഇന്ന കാര്യങ്ങൾ, ഇന്ന കോഴ്സ്, ഇന്ന സാധ്യതകൾ ഉണ്ടായിരിക്കും, അതൊക്കെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടായിരിക്കും. പക്ഷെ എന്ന് കരുതിയിട്ട് ഒരിക്കലും ഒരു കമ്പൽ ചെയ്തിട്ടല്ല പോകുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചൊക്കെ എൻജിനീയറിങ് എന്ന് പറയുന്നത് എനിക്ക് ആലോചിക്കാനും കൂടി പറ്റില്ലാത്തൊരു സെക്ഷനായിരുന്നു. അല്ലെങ്കിൽ നമുക്കൊരു ടച്ച് ഉണ്ടല്ലോ, ചിലർക്ക് മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ആലോചിക്കാൻ പറ്റില്ലാത്തൊരു കാര്യമാണ്. അപ്പം അതുപോലെ ചിലർക്ക് IT ഫീൽഡിനോട് ടച്ച് ഉണ്ടായിരിക്കാം, ചിലർക്ക് മെക്കാനിക്കൽ സൈഡായിരിക്കാം, എൻജിനീയറിങ്, അങ്ങനെ ആ ലെവലിൽ പോകാനായിരിക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെയും എബിലിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും, 2 അവരുടെ ആ ഒരു ആഗ്രഹവും ഇഷ്ടങ്ങളും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അത് ആസ് എ പേരൻറ്റ് എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കി പോവുക. അപ്പോൾ അതിലാണ് ഏറ്റവും ഒരു ഗുഡ് പേരൻറ്റിങ് എന്ന് പറയുന്നത്.
പിന്നെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മുടെ സൊസൈറ്റിയിൽ എപ്പോഴും ഡിസ്കസ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾക്കാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് പിന്നെയും വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെയും ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ചൊക്കെ ആളുകൾ പേരൻറ്റിങ് അല്ലെങ്കിൽ പേരൻസ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കുറച്ചും കൂടി യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ കെയർ ചെയ്യുക നമ്മുടെ കുട്ടികളെ. അതുപോലെ തന്നെ അവരുടെ ഡ്രീംസ് വളർത്തിയെടുക്കുവാൻ നമ്മൾ അവരുടെ കൂടെ നിന്ന് അവരിൽ ചിറക് മുളപ്പിക്കുക അല്ലേ. പിന്നെ എന്താണ് ഈ പറഞ്ഞ ഇത്രയും ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കര എന്താ പറയുക കുറച്ചും കൂടി ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കുട്ടിയാകുന്ന പോലെ എനിക്ക് തോന്നി. അത്ര സീരിയസ് ഒന്നുമല്ല, പിന്നെ ഭയങ്കര ഉഴപ്പിൻ്റെ അങ്ങേയറ്റത്തെ ലെവലിൽ നിന്ന് പഠിക്കാൻ ഏറ്റവും കൂടുതൽ മടിയായിട്ടിരിക്കുകയാണ്. പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ IELTS OET ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ IELTS ആണ് പഠിക്കുന്നത്. അപ്പോൾ IELTSൻ്റെ എക്സാം ഞാൻ എടുത്തിട്ട് OETയും IELTSും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാം. പിന്നെ ഇപ്പോൾ നഴ്സിംഗ് കഴിഞ്ഞ് പഠിച്ചിറങ്ങിയ കുട്ടികളുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഏത് കോഴ്സാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ IELTS ആണോ OET ആണോ പഠിക്കുന്നത് എബ്രോഡ് പോകാനുള്ള. അപ്പം ആദ്യം എനിക്ക് ഈ കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഒന്ന് OETയുടെ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ കൺഫ്യൂഷൻ ഉണ്ടായി. അപ്പോൾ ഒരു പ്രോപ്പർ ഓറിയൻറ്റേഷൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് IELTS ആണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പാറ്റേൺ ഉണ്ട്, നമ്മുടെ ഒരു എബിലിറ്റി അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു പഠിക്കേണ്ട ആ ഒരു നമുക്ക് ആ ഒരു മൊഡ്യൂൾസ് മാനേജ് ചെയ്യാനുള്ളൊരു സ്കില്ലുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പല രീതിയിൽ എക്സാമിന് നമുക്ക് വേർതിരിക്കാൻ പറ്റും, ഏതാണ് ടഫ് ഏതാണ് ഈസി എന്നുള്ളത്. അതറിയാതെ പോയിട്ട് ഫസ്റ്റ് പോയി ചാടിക്കൊടുത്ത് ലാസ്റ്റ് കുറേ സമയവും പോയി കുറേ പൈസയും പോയിട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ IELTSൻ്റെ എക്സാം എടുത്തിട്ടില്ല. അപ്പോൾ എക്സാം എടുത്തു കഴിഞ്ഞാലേ നമുക്ക് കുറച്ചും കൂടി ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. OET ഞാൻ ഓൾറെഡി കഴിഞ്ഞു, എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1 year ആയി എഴുതിയിട്ട്. അപ്പം പക്ഷേ ഒരു ചെറിയൊരു ഓറിയൻറ്റേഷൻ തരാൻ പറ്റും. എക്സാമിനെ കുറിച്ച് എക്സാം പാറ്റേണിനെ കുറിച്ചൊക്കെ ഞാനൊരു ജസ്റ്റ് ഒരു ഓറിയൻറ്റേഷൻ വീഡിയോ ഇടാം വരുന്ന ദിവസങ്ങളിൽ എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ വിചാരിക്കും ഇന്ന് വീഡിയോ ഇപ്പോൾ അപ്ലോഡായി, അടുത്ത വീഡിയോ വരണമെങ്കിൽ ഇപ്പോൾ അടുത്ത വർഷം കഴിയണം എന്നൊക്കെ. അങ്ങനെയല്ല കേട്ടോ, സത്യമായിട്ടും വീഡിയോ ഒക്കെ ഇടാം. കാരണം നമ്മൾ അന്വേഷിക്കുകയും പിന്നെ നമ്മുടെ വീഡിയോസിനെ മീൻസ് വീഡിയോസ് നമ്മൾ കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ എവിടെ എന്താ നിർത്തിയോ, ചാനലൊക്കെ നിർത്തിയോ, ആദ്യത്തെ ആവേശമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ ആദ്യത്തെ ചാനലിൽ ലിങ്കൊക്കെ അയച്ചു കൊടുത്തിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്ന് പറയുന്ന ആ ഒരു ഇതേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അറിയാം, സ്നേഹം കൊണ്ടാന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചിലച്ചുകൊണ്ടിരിക്കാൻ ഞാൻ തീരുമാനിച്ചു. കാരണം നമുക്ക് സംസാരിക്കാണെങ്കിൽ ഇഷ്ടംപോലെ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ സംസാരിക്കാത്തതാണ്. അപ്പോൾ പിന്നെന്താ, ജലദോഷമുണ്ട് നന്നായിട്ട്. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് ഞാൻ തുമ്മലിൻ്റെ ഏറ്റവും വലിയ അവാർഡ് വേണമെങ്കിൽ തരാമെന്ന് വിചാരിച്ചു. മീൻസ് അതുപോലെ ജലദോഷവും തുമ്മലും ഒക്കെ കൂടുതലായിട്ടുണ്ട്. മൂക്കതായിട്ട് സ്ക്രാച്ച് ആവുന്നതുകൊണ്ട് തുമ്മാനുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷേ അപ്പോൾ ക്ലൈമറ്റിൻ്റെ ആണത്. ഇപ്പം നല്ല അടിപൊളി തുമ്മൽ കഴിഞ്ഞിട്ടിരിക്കുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, ഈ മഴ വന്നു കഴിഞ്ഞാൽ പ്രശ്നം. നേരത്തൊക്കെ രാവിലെ ഏർലി മോർണിംഗിലൊക്കെ ഉണ്ടായിരുന്നു, പുലർച്ചെയൊക്കെ നമ്മൾ മുഖമൊക്കെ കഴുകി എണീക്കുന്ന ഉടനെ തുമ്മലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുറേ പേർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ സംസാരിക്കുന്നവർക്ക് മിക്കപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. കാരണം എൻ്റെ വിഷമങ്ങൾ ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ. പക്ഷേ എനിക്കിപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നു അങ്ങനെ, പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ലായിരുന്നു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതിനാണ് എനിക്ക് തോന്നുന്നത്. ഈ അറ്റ്മോസ്ഫിയർ കുറച്ചൊന്ന് ക്ലൈമറ്റ് ഒന്ന് തണുപ്പിലേക്ക് ആയി കഴിയുമ്പോൾ ഇങ്ങനെ വരാറുണ്ട്. ഇനി തുമ്മില്ല എന്ന് വിശ്വസിക്കുന്നത്. കാരണം
5 മിനിറ്റ് കണ്ടിന്യൂസ് തുമ്മി ഇപ്പോൾ. ഓക്കെ, പിന്നെ എന്താണ് ഇതാണ്ടോ എൻ്റെ റൂമിൻ്റെ ഇത് വാൾ സ്റ്റിക്കറാണ് പാണ്ട എന്ന് പറയുന്നത്. ഇവരാണ് എൻ്റെ ഹീറോസ്, എൻ്റെ മോട്ടിവേഷണൽ ഹീറോസാണ്. യൂഷ്വലി നമ്മൾ പറയും പാണ്ട റെപ്രസെൻ്റ് ചെയ്യുന്ന മടി, അലസത എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ അലസതയുള്ള ആളുകളാണ്. പക്ഷേ ഞാൻ ഇവരെ കണി കണ്ടുകൊണ്ടാണ് എല്ലാ ദിവസവും എണീക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഭയങ്കര ക്യൂട്ടല്ലേ ആ മുഖത്തേക്കൊന്ന് നോക്കി, അല്ലേ? നല്ല രസമല്ലേ? അതായത് വേറെ ഒന്നുമല്ല, എനിക്കത് ഇഷ്ടമാണ്. പറയും ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മടിയായി പോയത്. ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗാ. എൻ്റെ കണക്കിന് ഗുഡ് മോർണിംഗാ. കാരണം നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് 12:15 12:30 സമയത്താണ്. ഇപ്പോൾ സമയം ഏകദേശം 2 മണി ആവുന്നു. അപ്പോൾ ഇതിന് കണ്ടിന്യൂസ് അല്ല കേട്ടോ, ഇതിനിടയിൽ ഞാൻ പഠിച്ചു, ഏകദേശം മോഡ്യൂൾസൊക്കെ ഒന്ന് റിവൈസ് ചെയ്തു അങ്ങനെ. അപ്പോൾ വീഡിയോസ് ഇനി കണ്ടിന്യൂസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ തീരുമാനിച്ചു. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ നമുക്ക് വ്യൂസ് എനിക്ക് കയറിയില്ലെങ്കിലും എനിക്കതൊന്നും പ്രശ്നമല്ല. ഞാൻ കണ്ടിന്യൂസ് വീഡിയോസ് ഇടുന്നത് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഓരോരോ ടോപ്പിക്സിനെ കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, സംസാരിച്ചിട്ടൊക്കെ തീരുന്നില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും സംസാരിക്കാൻ നോക്കിക്കഴിഞ്ഞാലേ. നമ്മളൊരിക്കലും ടോപ്പിക്കില്ല സംസാരിക്കാൻ, അല്ലെങ്കിൽ നമുക്കൊരിക്കലും എന്താണ് സംസാരിക്കുക എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനിയും പല പല വിഷയങ്ങളിൽ കാണാം, ചർച്ച ചെയ്യാം. വേറെ എന്നെ കേട്ടുകൊണ്ടിരുന്ന സഹിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നും പെരുത്ത നന്ദി, സ്നേഹം, സന്തോഷം. ചുമ്മാ പറഞ്ഞാട്ടോ. ഇതൊക്കെ മൊത്തം കേട്ടോന്നുമില്ല, അറിയത്തില്ല എത്ര പേര് കേട്ടോ എന്തോ കണ്ടോ. അപ്പം എന്തായാലും പക്ഷെ പാരൻ്റൽ ഗൈഡിങ് അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അതും ആ ഒരു പ്രായത്തിൽ നമ്മൾ കൊടുക്കേണ്ട ആ ഒരു കരുതൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം അത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. പിന്നെന്താണ്, അപ്പോൾ വേറെ വേറെ വിഷയങ്ങളായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ. ഇപ്പോൾ പാക്കലാം, കണ്ടിപ്പാ പാക്കലാം അല്ലേ? അപ്പോൾ എല്ലാവരും നന്നായിട്ടിരിക്കുക കേട്ടോ. ബായ്.